ഹലോ നമസ്കാരം, ഞാൻ രാകേഷ് ബാബുവാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്ന് അത് നമ്മളൊരു ഇലക്ട്രിക് ബൈക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഇലക്ട്രിക് ബൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ വിജയ് സൂപ്പർ, ലാംബട്ര അങ്ങനെ ആ ഗണത്തിലുള്ള പഴയ വിൻറ്റേജ് വണ്ടി. അപ്പോൾ അത് ഇപ്പോൾ ഒരു ചെയ്സ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ചെയ്സയിൽ നമ്മളൊരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഒരു വിജയ് സൂപ്പറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിജയ് സൂപ്പർ ആകുക, ലാംബട്ര ആകുക, വെസ്പ ആകുക എന്നൊക്കെ അവസാനം അറിയാം എന്താകുമെന്ന്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാണ്, ഒരു പരീക്ഷണമാണ്. നമ്മൾ ഇത്രയും നാൾ ഉണ്ടാക്കിയ വണ്ടികളൊന്നും റോട്ടിൽ ഓടിക്കാനായിട്ടുള്ള അനുമതി ഇല്ലായിരുന്നു. അപ്പോൾ ഈ സാധനം എന്ന് പറയുന്നത് ഇലക്ട്രിക്കിൻ്റെ ഒരു ബൈക്ക് ആയതുകൊണ്ട് റോട്ടിലിറക്കാനുള്ള ഒരു അനുമതി കിട്ടും. കാരണം നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ സാധനങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ 250 വാട്ട്സിൽ താഴെയുള്ള വാഹനങ്ങൾക്ക് രജിസ്ട്രേഷൻ വേണ്ട എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 250 വാട്ട്സിൽ താഴെയുള്ളൊരു സ്കൂട്ടറിൻ്റെ കിറ്റ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ ബോഡിയിലോട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെ ആണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. ഇതൊരു പ്ലഷർ എന്ന് പറഞ്ഞ വണ്ടിയുടെ ചെയ്സാണ്. അപ്പോൾ ഇതിൽ സ്ക്രാപ്പ് സാധനമാണ്. അപ്പോൾ ഇതിൽ കുറേ സാധനങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്തതുണ്ട്. ഈ പാർട്സൊന്നും നമുക്ക് ആവശ്യമില്ല. ഫയർ പാർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് വണ്ടിയിൽ നിന്ന് ഇപ്പോൾ ഇളക്കി മാറ്റിയിട്ട് പുതിയ ബോഡി നമ്മൾ തന്നെ ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫയർ പാർട്സൊക്കെ ഇതിൽ നിന്ന് പതിയെ അഴിച്ചു മാറ്റാൻ പോവാണ്. നമുക്കിതിൻ്റെ ചെയ്സ് മാത്രം മതി, ചെയ്സും കംപ്ലീറ്റ് വേണ്ട. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിനെ അങ്ങോട്ട് പതിയെ അഴിച്ചു മാറ്റിയേക്കാം. ഇതിപ്പോൾ ഇത്രയും നാൾ എടുക്കാതിരുന്നൊരു വണ്ടി ആയതുകൊണ്ട് കുറേ നെട്ടും ബോൾട്ടെല്ലാം നല്ല രീതിയിൽ തുരുമ്പായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും അഴിയത്തൊന്നുമില്ല. കുറേയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടി വരും. ഈ താഴത്തെ പ്ലാറ്റ്ഫോമിലുള്ള ബോൾട്ടൊന്നും അഴിയണില്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മളിപ്പോൾ വിജയ് സൂപ്പറാണ് ചെയ്യാൻ പോണത്. അതിൻ്റെ ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ബാറ്ററി വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ വരണം. അപ്പം ഈ ചെയ്സ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്സിൽ കുറച്ച് രൂപമാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. ബാറ്ററി വെക്കാനായിട്ടുള്ള സ്പേസൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കുറച്ച് ഭാഗം മാത്രം നമ്മൾ നിർത്തിക്കൊണ്ട് ബാക്കി നമ്മൾ തന്നെ ചെയ്തെടുക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ തക്കുടുമാണ് ക്യാമറമാൻ, ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഇത്ര നേരം ചെയ്തിട്ടിരുന്നത്. രാവിലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ കണ്ടിട്ടില്ല. ഓൺലൈൻ ക്ലാസ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു, കണ്ടിട്ടില്ല. തക്കുട് വന്നിട്ടുണ്ട്, ക്യാമറ തക്കുട് ചെയ്യിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ ബാക്കി നമുക്ക് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ അത് അഴിഞ്ഞു പോകുന്നു. ഇനി നമുക്ക് മഡ് ഗാർഡ് അഴിച്ച് മാറ്റണം. മഡ് ഗാർഡ് ഇപ്പോൾ ഇതിൻ്റെ ഫൈബർ മഡ് ഗാർഡാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പം ചെയ്യാൻ പോണത് മെറ്റലാണ്. പിന്നെ ഇതിൻ്റെ ഷേപ്പും നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന വിജയ് സൂപ്പറിൻ്റെ ഷേപ്പുമായിട്ട് ഒരുപാട് വ്യത്യാസമുള്ളതുകൊണ്ട് നമുക്കിതിൽ നിന്നൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിതിനെ അഴിച്ച് മാറ്റുകയാണ്. പിന്നെ ഇത് ആക്റ്റീവ പോലത്തെ ഒരു സംഭവമല്ല, 2 പാർട്സായിട്ട് ഊരി മാറ്റാവുന്ന രീതിയിലുള്ള മഡ് ഗാർഡ് ആയതുകൊണ്ട് ഫോർക്ക് അഴിക്കാതെ തന്നെ നമുക്ക് ഇത് അഴിച്ച് മാറ്റാൻ പറ്റും. ആക്റ്റീവ് ആയിരുന്നെങ്കിൽ അത് അഴിച്ച് മാറ്റാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം അഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ താഴത്തുള്ള പീസാണ്, ഇതും കൂടെ നമുക്ക് അഴിച്ച് കളയാം. ഇത് അഴിയത്തൊന്നും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ നൈസായിട്ടൊന്ന് ഇപ്പോൾ ലൂസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 2-3 പ്രാവശ്യം തട്ടൊക്കെ കൊടുത്തിട്ട്. അല്ല പിന്നെ വീഡിയോയിൽ ഞാൻ കിടന്ന് വിലം പിടിക്കണം നിങ്ങളെ കാണണ്ടേ, അതുകൊണ്ട് അത് ലൂസ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. പിന്നെ അഴിയാത്ത നമുക്ക് ആവശ്യമില്ലാത്ത കട്ട് ചെയ്ത് കളഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ സൈഡിൽ 2 സ്ക്രൂവും കൂടെ അഴിച്ചു മാറ്റാനുണ്ട്. പിന്നെ നമുക്കിതിൽ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം ചെയ്തെടുക്കാനാണ്. അപ്പോൾ അത് ഞാൻ നോക്കിയിട്ടിപ്പോൾ വിജയ് സൂപ്പറിൻ്റെ ഒന്നും കിട്ടുന്ന ലക്ഷണമില്ല. പിന്നെ നമ്മൾ സ്ക്വയർ ലൈറ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു വണ്ടിയുടെ, അതായത് നമ്മുടെ TVS 50യുടെയൊക്കെ ഏകദേശം സെയിമാണ്. അപ്പോൾ അതൊരെണ്ണം സംഘടിപ്പിച്ചിട്ട് അത് നിർത്തിക്കൊണ്ട് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാനാണ്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അതും കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ നിങ്ങളുടെ അറിവിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ.
കിട്ടാൻ വല്ല സാധ്യതയുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ പൈസ അയച്ചു തരാം, കൊറിയർ അയച്ചു തരാനായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ. അപ്പം അതും കൂടെ കിട്ടിയാലല്ലേ നമുക്ക് ബാക്കിയുള്ള വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏകദേശം ഫയർ പാർട്സൊക്കെ നമ്മൾ അഴിച്ചു മാറ്റി ചേസ് മാത്രമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചേസിൻ്റെ ബാക്കിൽ ലേഡീസ് ഫുഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതും കൂടെ അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ ചേസിൽ നിന്ന് അഴിച്ചു മാറ്റാവുന്നതിൻ്റെ ഏകദേശം പരിപാടികളൊക്കെ തീർന്നു. ഇനി നമുക്കിതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കണം. ഓക്കെ, അപ്പം ഇത് മഡ്ഗാർഡിൻ്റെ ഉള്ളിലുള്ള പോർഷനായ കാരണം നിറയെ ചെളിയൊക്കെ പിടിച്ചിരിക്കുമായിരുന്നു. ഓക്കെ, അത്യാവശ്യം തുരുമ്പുണ്ട്. തുരുമ്പൊക്കെ നമുക്ക് പിന്നെ കളയാം. ഇപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ചെളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം. ഇതൊക്കെ ഞാൻ എൻ്റെ ശിഷ്യനായ തക്കുടിനെ കൊണ്ട് ചെയ്യേണ്ടതാണ്. പിന്നെ അവൻ ജന്മനാ മടിയനായതുകൊണ്ടും പിന്നെ ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. ഓക്കെ, ഇതൊന്ന് പിടിക്കാൻ പറഞ്ഞപ്പോൾ പോലും ക്യാമറ എടുക്കണം എന്ന് പറഞ്ഞ് ഒഴിവായി നിന്നവനാണ് അവൻ. അവൻ്റെ ആ നല്ല മനസ്സിനെ നമ്മൾ കാണാതെ പോകരുത്. ഓക്കെ, അപ്പോൾ കഴുകിക്കൊണ്ട് വെച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കിലോട്ടുള്ള സാധനം ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഒരു പോർഷൻ നമുക്കിനി ആവശ്യമില്ല. അപ്പോൾ അതിൽ നമുക്ക് ബാറ്ററി വെക്കാവുന്ന ഷേപ്പിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ട് ആക്സിൽ ഇപ്പോൾ ഡമ്മിയാണ്, ഒരു സാധാരണ ഒരു നമ്മുടെ സൈസ് അറിയാൻ വേണ്ടിയിട്ട് ഒരു സാധാ ടയറിൽ കയറ്റിയിട്ട് തന്നെയുണ്ട്. ഇതെല്ലാം നമ്മൾ വയ്ക്കാൻ പോണത്. അപ്പോൾ അത് ചുമ്മാ കയറ്റിയിട്ടു. പിന്നെ അതിൻ്റെ ഏകദേശം ഹൈറ്റും ലെങ്തൊക്കെ എടുക്കാനായിട്ട് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇപ്പം ബാക്കിൽ ടയറില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു വട്ടപ്പുറത്ത് കയറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഈ ലെവൽ നിർത്തിക്കൊണ്ട് നമ്മൾ ഈ ചേസിൻ്റെ ബാക്കി കട്ട് ചെയ്ത് മാറ്റാൻ പോകും. ഓക്കെ, ഇപ്പോൾ ബാക്കിൽ ടയർ വെച്ച് കഴിയുമ്പോൾ ഇതാണ് അതിൻ്റെ ഏകദേശം നീളം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു സ്കൂട്ടറിൻ്റെ നീളത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്യണത്. അല്ലെങ്കിൽ ഒരുപാട് നീളം കൂടിപ്പോയാലും ടേണിങ് റേഡിയസൊക്കെ ഒരുപാട് കൂടുതൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നല്ല, ഇതിനാരടെ തുറന്നു വിട്ടത്? കൊണ്ടുപോയി വന്നാലെമ്പാണല്ല. എടാ തക്കുളു ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ ഏകദേശം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടർ ചെല്ലാത്ത കുറച്ച് ഭാഗമുണ്ട്. അപ്പോൾ അത് കാരണം ഇങ്ങനെ ആട്ടി പിടിക്കാനേ പറ്റുള്ളൂ. ക്യാമ്പ് വൈറ്റിൽ വെള്ളം അടിക്കണ ഓർമ്മ തന്നെയുണ്ട് ചിലർക്ക്. ഇപ്പോൾ എല്ലാവർക്കും ഇത് കാണാൻ നേരം. ഓക്കെ, പൊടിഞ്ഞ് പോന്നിട്ടുണ്ട്. ഓക്കെ, പോന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാൻഡിലിൻ്റെ അവിടെ മുതൽ താഴത്തേക്കുള്ളൊരു പീസ് വരെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് നിർത്തിയേക്കാണ്. ഇത്രയും നമുക്ക് ശരിക്കും ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ബാക്കിലോട്ടുള്ള ചീസ് നമുക്കൊരു റൗണ്ട് വൈപ്പിൽ തന്നെ പണിതെടുക്കാം. ഇത് എടുക്കാണ്ട് കിടന്നായതുകൊണ്ട് അതിൻ്റെ അകത്ത് മറ്റേ കൂടൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഏകദേശം നീളവും വീതിയൊക്കെ നമ്മൾ സെറ്റാക്കി. ഓക്കെ, അപ്പോൾ ഹൈറ്റൊക്കെ ഏകദേശം നമ്മൾ റെഡിയാക്കി. ഇനി നമുക്ക് ബേസ് പണിയാൻ തുടങ്ങണം. ഓക്കെ, അയ്യോ ഭയങ്കര മഴയാണെന്നേ, ഒരു രക്ഷയില്ല. ഒന്നാമത്തെ കാര്യം ഈ മേൽഭാഗത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ കാറ്റടി അകത്ത് കയറി വരും. പിന്നെ നല്ല രീതിയിൽ മഴയാണെങ്കിൽ അടിയിൽ നിന്നും വെള്ളം കയറി. ശരിക്കും പറഞ്ഞാൽ അകത്തും വെള്ളം പുറത്തും വെള്ളം, ആ അവസ്ഥയിലാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചേസിൻ്റെ പണി തുടങ്ങാം. ചേസിന് വേണ്ടി നമ്മളിപ്പോൾ എടുത്തേക്കുന്ന 1.5 ഇഞ്ചിൻ്റെ റൗണ്ട് വൈപ്പാണ്. ഈ 1.5 ഇഞ്ച് റൗണ്ട് വൈപ്പിന് ഏകദേശം നല്ല തിക്നെസ് ഉള്ളതാണ്. കാരണം ചേസ് ആയതുകൊണ്ട് ബാക്കിലോട്ട് ഒറ്റ പൈപ്പേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തീരെ കനം കുറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും തട്ടാമുട്ട കിട്ടിയ ബെൻഡായി പോകും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല കനമുള്ളൊരു പൈപ്പാണ് നമ്മളതിന് വേണ്ടി എടുത്തത്. അപ്പോൾ ഇതിനെ ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമ്മൾ ടേപ്പറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. ടേപ്പറായിട്ട് എടുക്കുകയെന്ന് വെച്ചാൽ ബെൻഡ് പൈപ്പ് കൊടുക്കാനായിട്ടുള്ള സംവിധാനം നമുക്കില്ല. കാരണം വളയ്ക്കാനായിട്ടുള്ള സംവിധാനമൊന്നുമില്ല, ഹൈഡ്രോളിക് പ്രഷറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് തന്നെ ചരിച്ച് വെച്ച് വെൽഡ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു 35 ഡിഗ്രി ചെരുവിൽ നമ്മളൊരു കട്ട് ചെയ്തെടുത്തിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമ്മളതിനെ ഇങ്ങനെ ചരിച്ച് പിടിപ്പിക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ അതിന് ആദ്യം നമ്മൾ ഏകദേശം ഒന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ടൊന്ന് സ്പോട്ട് ചെയ്തെടുക്കാൻ പോവാം. എന്നിട്ടിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ചേസുമായിട്ട് വെച്ച് സ്പോട്ട് ചെയ്തിട്ട് എത്ര ഹൈറ്റ് നമ്മൾ നേരത്തെ എടുത്ത ആ സ്റ്റൂളിൻ്റെയൊക്കെ ഹൈറ്റ് വരത്തക്ക രീതിയിൽ രണ്ടാമത്തെ പീസും കട്ട് ചെയ്ത് ഒരു
ഇസഡല്ല ഒരു ഷേപ്പിലോട്ട് കൊണ്ടുവരാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് പഴയ ജെയ്സുമായിട്ട് വെച്ചൊന്ന് സ്പോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതിപ്പോൾ ഷക്കുളും അല്ല കേട്ടോ, ഞാൻ സ്റ്റാൻഡ് വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഷക്കുളിനിപ്പോൾ ഓൺലൈൻ ക്ലാസ് ഉള്ള കാരണം ഭയങ്കര ബിസിയാണ്. പിന്നെ പഴയ പോലെ അല്ല, ഇപ്പോൾ കുറച്ച് ഫോളോവേഴ്സ് കൂടിയിട്ടുണ്ട്, പെൺപിള്ളേരൊക്കെ ചാറ്റ് ചെയ്യാൻ വരാൻ തുടങ്ങി. അപ്പോൾ അത് കാരണം ആൾ ഭയങ്കര ബിസി മാനാണ്. അപ്പോൾ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സ്റ്റാൻഡ് വെച്ച് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ സ്പോട്ട് ചെയ്ത് വെച്ച് ഇനി നമുക്ക് അതിൻ്റെ ഇപ്പം തന്നെ ടയറുമായിട്ടുള്ള ഒരു ഹൈറ്റ് നമുക്ക് ഷോക്ക് അബ്സോർവ് വെച്ച് കഴിഞ്ഞാൽ എത്ര ഹൈറ്റ് വേണമെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത് കണക്കാക്കിക്കൊണ്ട് മേളിലോട്ടുള്ള പൈപ്പിനെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് ബാക്കിലോട്ടാക്കാൻ പോവാം. ഇതാണ് നമ്മുടെ നേരത്തെ കാണിച്ച സ്റ്റൂളിൻ്റെ ഹൈറ്റ് ഒപ്പിച്ചെടുത്ത ടെംപ്ലേറ്റ്. ഈ ഒരു ടെംപ്ലേറ്റിൻ്റെ ടോപ്പിലോട്ടൊരു സീറ്റിൻ്റെ സ്പോഞ്ചിൻ്റെ ഹൈറ്റും കൂടെ വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വെച്ച സ്റ്റൂളും ആ ഒരു പാട്ടയും കൂടെയുള്ള ഹൈറ്റിൽ വരും. ഇത്രയും കറക്റ്റായിട്ടൊന്നും മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ മാത്രമുള്ള മെഷീനും കാര്യങ്ങളൊന്നും നമുക്കില്ല. നമ്മളിതുപോലെ ഈ സ്റ്റൂളും പാട്ടയൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ കുറേ തെറ്റുകളും പാകപ്പുഴകളൊക്കെ ഉണ്ടാകും, ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാകണം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് ഇനിയിപ്പോൾ ഈ ഷോക്ക് അബ്സോർവറിൻ്റെ ഹൈറ്റ് വെച്ചിട്ട് നമ്മൾ ആ പൈപ്പിൻ്റെ എത്ര ഹൈറ്റ് വരുവാന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ താഴത്ത് കൊടുത്ത പോലെ തന്നെ ഒരു ജോയിൻറ്റ് പുറയിലോട്ടും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം ഇത്രയും ഭാഗം അതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ കട്ട് ചെയ്താലോ? ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു കാര്യം, ഇതിൻ്റെ ഒറിജിനൽ വണ്ടിയുടെ ചേസിൻ്റെ ഷേപ്പ് ഇതൊന്നും അല്ല കേട്ടോ. അതിന് നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഇത്ര ഹൈറ്റൊന്നും വരുന്നില്ല. പിന്നെ അതിന് സിംഗിൾ ഷോക്ക് അബ്സോർവറാണ്. പിന്നെ അത് തന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ടാണ് പെട്രോളിൻ്റെ ടാങ്ക് വരുന്നത്. അങ്ങനെ എയർ ഫിൽറ്ററിൻ്റെ സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ ചേസിന് ഇത്ര ഹൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ലെവലിൽ ഈ ചേസിനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനിയിപ്പം നമ്മളിപ്പുറത്ത് കൊടുത്ത ജോയിൻ്റ് പോലെ തന്നെ ഈ മേളിലായിട്ടും ഇപ്പോൾ വീഡിയോയിൽ കാണും പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഒന്ന് സ്പോട്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ചേസിൻ്റെ ഏകദേശ ഭാഗം റെഡി ആയിട്ടുണ്ട്. നമുക്ക് 2 സ്പോട്ടൊക്കെ കൊടുത്തിട്ട് എങ്ങനെയുണ്ട് അവസ്ഥയെന്ന് നോക്കാം. കാരണം ഇങ്ങനെ 2 ജോയിൻ്റ് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇതിനൊരു പിരിവ് വരാൻ സാധ്യതയുണ്ട്. കറക്റ്റ് കട്ടിങ് അല്ല എന്നുണ്ടെങ്കിൽ 2 പൈപ്പും 2 ആംഗിളിൽ നിൽക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ടയർ സെറ്റ് ചെയ്യുന്ന സമയത്ത് 2 ടയറിനും നേരെ ആയിരിക്കത്തില്ല. അപ്പോൾ ഒരെണ്ണം ചിലപ്പോൾ ഒരു സൈഡിലോട്ട് ചരിഞ്ഞൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ വണ്ടിക്ക് അലൈൻമെൻറ്റൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മൾ കൈവിട്ട് ഓടിക്കാൻ നേരത്ത് ചിലപ്പോൾ വണ്ടി ഒരു സൈഡിലോട്ടൊക്കെ പോണ പോലെ തോന്നും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ലെവൽ ചെയ്ത് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവനെ ഒന്ന് വെച്ച് പഴയ ചേസുമായിട്ട് നമുക്കൊന്ന് സ്പോട്ട് ചെയ്ത് നിർത്തണം. നമ്മൾ ഏകദേശം ഉദ്ദേശിച്ച പോലെയുള്ളൊരു ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതൊന്നും നമ്മൾ നേരത്തെ ചെയ്ത് നോക്കാത്തൊരു വർക്കായതുകൊണ്ട് ഇതിൻ്റെ അവസാനം എങ്ങനെയാകും എന്നുള്ളൊരു ഐഡിയ എനിക്കില്ല. പിന്നെ ചെയ്തങ്ങ് പോകണം, ഒത്താലൊത്ത് എന്നുള്ള ഒരു ഇതിലാണ് പോണേ. അപ്പോൾ ചിലപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിൽ ഇങ്ങനെ ചെയ്തിട്ട് ചിലപ്പോൾ വണ്ടി ഒരു ഷേപ്പ് ആയില്ലെങ്കിൽ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കരുത്. ഇതിൻ്റെ അവസ്ഥ എന്താവുന്നൊന്നും എനിക്കറിയില്ല. നമ്മളാകുന്നത് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ ആയാൽ ഭാഗ്യം. അപ്പോൾ നമ്മുടെ ചേസിൻ്റെ ഏകദേശം ഹൈറ്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവനൊന്ന് സ്പോട്ട് ചെയ്ത് നിർത്തിക്കൊണ്ട് നമ്മൾ അടുത്ത പരിപാടി ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഒന്ന് വെൽഡ് ചെയ്യാനായിട്ടുണ്ട്. ഏകദേശം ലെവലായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഉറപ്പിച്ചേക്കാം. സ്പോട്ട് ചെയ്ത് നിർത്തിയിട്ട് ബാക്കി വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പം സ്പോട്ട് എങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇത്രയും പണിയെടുത്ത് വെറുതെ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെവലായതുകൊണ്ട് നമുക്ക് ആ ഫുള്ള് വെൽഡ് ചെയ്ത് ആ ചേസിൻ്റെ പരിപാടി അങ്ങ് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ അത് സ്ട്രോങ് ആക്കി വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വിജയ് സൂപ്പറിൻ്റെ ചേസിൻ്റെ ഷേപ്പ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ബാക്കിലോട്ടുള്ള ഒരു അഴിച്ചു മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്രെയിം സെറ്റ് ചെയ്തെടുക്കണം. ആ ഫ്രെയിമേലാണ് പിന്നെ ലെഫ്റ്റും റൈറ്റിലെ സൈഡ് കവറുകൾ വരുന്നത്, സീറ്റ് വരുന്നത് ആ ഒരു ഫ്രെയിമിലാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യാൻ പോണത് 1/2 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പാണ്.
ഈ അരയിഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പും നമ്മൾ ബെൻഡിങ് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് ചുറ്റി വെച്ച് തന്നെ അടിച്ച് വളച്ചാണ് എടുക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഒരുപാട് ലെങ്തായി കഴിഞ്ഞാൽ ഒരു ചെറിയ സ്കൂട്ടറിൻ്റെ വീഡിയോ നമ്മൾ വലിച്ചു വാരി നീട്ടി കൊണ്ടുപോകുക എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ വളച്ച് വെച്ചിട്ടുണ്ട്. ആ വളക്കണ വീഡിയോ ഞാൻ ഒഴിവാക്കി. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഷേപ്പ്. നമ്മൾ നേരത്തെ വളച്ച ആ കമ്പിയുടെ ഷേപ്പ് ഒപ്പിച്ച് നമ്മൾ പൈപ്പ് വളച്ചെടുത്തേക്കാണ്. ഈ 2 പൈപ്പാണ് ഇതിൻ്റെ ബേസായിട്ട് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 2 പൈപ്പിനെ നമ്മുടെ ബേസിൻ്റെ വീതി ഏകദേശം ഒരു 6 ഇഞ്ചോളം വീതിയുണ്ട്. അപ്പോൾ അത് കണക്കാക്കിക്കൊണ്ട് നമ്മൾ ഈ 2 പൈപ്പിൻ്റെ നടുക്കായിട്ട് ഒരേ പീസ് വെച്ച് വെൽഡ് ചെയ്ത് ഇതിനെ ഒറ്റ ഷേപ്പിലോട്ട് ഒരു ബേസാക്കി എടുക്കാൻ പോകും. ഓക്കെ, എന്നിട്ട് ഇതായിരുന്നു നമ്മുടെ ടെംപ്ലേറ്റിൻ്റെ ഹൈറ്റാണ്. അപ്പോൾ അതിന് ഇച്ചിരി കർവായിട്ടാണ് വന്നേക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്തെടുത്ത ചതുര പൈപ്പിൻ്റെ അത്രയും കർവില്ല, കണ്ടോ, ഏകദേശം അത്രയും കർവ് വരുന്നില്ല. മേൽഭാഗമൊക്കെ ഫ്ലാറ്റായിട്ടാണ്. പിന്നെ ഈ വണ്ടി വെച്ച് നോക്കി പണിയാനായിട്ട് നമ്മുടെ അടുത്തും ഈ സംഭവമൊന്നും ഇല്ല. അപ്പം ഞാനിത് ഫോട്ടോയിൽ നോക്കിയാണ് ചെയ്യുന്നത്. ഫോണിലെടുത്ത കുറച്ച് ഫോട്ടോ പല ആംഗിളിൽ നിന്നുള്ള ഫോട്ടോ നോക്കിയാണ് ചെയ്യണം. അപ്പോൾ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാകും. കറക്റ്റ് റിപ്ലിക്ക അല്ല ചെയ്യുന്നത്. പിന്നെ നമ്മുടേതായ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഈ വെച്ച ചതുര പൈപ്പിൽ നമുക്ക് ഒരു ഷീറ്റ് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗം കർവ് ചെയ്യണം. പിന്നെ 2 സൈഡിലും ഈ ഡോറ് വരുന്ന ലോക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പൊക്കെ കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ സൈഡ് കവർ ലോക്കാവുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണും പോലെ തന്നെ നമ്മൾ ഷീറ്റിനെ ബെൻഡ് ചെയ്തെടുക്കാൻ പോകണം. ഈ ബെൻഡ് ചെയ്തെടുത്ത ഷീറ്റിലോട്ടാണ് സൈഡ് കവറിൻ്റെ ആ ഒരു പീസ് നമ്മൾ ലോക്ക് നിർത്തുന്നത്. അതായത് നമ്മുടെ ഈ വണ്ടിയുടെയൊക്കെ വാട്ടർ ചാനലിൽ പോകുന്ന പോലത്തെ ഒരു ഷേപ്പാണ് ഈ നടുക്കത്തെ ഫ്രെയിമിന് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വീഡിയോയിൽ കാണും പോലെ തന്നെ നമ്മൾ തല്ലി വളച്ച് ആ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഫ്ലാറ്റായിട്ടുള്ളൊരു ഷീറ്റിലാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതിനെ ഇനിയിപ്പോൾ വളച്ചെടുക്കാൻ നേരത്ത് ഈ 2 സൈഡ് നമ്മൾ മടക്കിയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിലോട്ട് ഇത് വളഞ്ഞു വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിനെ പതിയെ ഇടക്കിടക്കായിട്ട് ഇങ്ങനെ കട്ടിങ് കൊടുക്കേണ്ടതായിട്ട് വരും. കട്ടിങ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഇത് വളഞ്ഞ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇത് ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, 2-3 സ്ഥലത്തായിട്ട് നമ്മളിങ്ങനെ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിങ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ പറഞ്ഞാൽ നമ്മുടെ കസ്റ്റം ഗാരേജ് ഗിരീഷ് ചേട്ടൻ്റെ അടുത്ത് പോകേണ്ടി വരും, ഗ്യാസ് ഫില്ല് ചെയ്യേണ്ടി വരും. നമ്മൾ ചെയ്താൽ ശരിയാവില്ല. ഓക്കെ, അപ്പോൾ അതായി. ഇനി നമുക്കതുപോലെ തന്നെ നേരെ താഴത്തേക്കുള്ളൊരു പോർഷൻ, ഇതിലാണ് നമ്മുടെ ടെയിൽ ലാമ്പും നമ്പർ പ്ലേറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിനെ ഒന്ന് നമ്മളിപ്പോൾ സ്പോട്ടിൽ നിർത്തുകയാണ്. അപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടി വന്നാലോ, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്യണതേ ഉള്ളൂ. പിന്നെ ഇത് ചെയ്തേക്കുന്നത് 18 ഗേജിൻ്റെ ഷീറ്റാണ്. നമ്മൾ നേരത്തെ കാറിനുണ്ടാക്കാൻ വേണ്ടി എടുത്തതും 18 ഗേജാണ്. കാരണം നമ്മൾ പല വീഡിയോയിലും പറഞ്ഞതാണ്, നമുക്ക് ഗ്യാസ് വെൽഡിങ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ 18 ഗേജിൻ്റെ ഷീറ്റ് എടുക്കുന്നത്. കാരണം ബോഡി വെയിറ്റ് ഇച്ചിരി കൂടുമെങ്കിലും ഷീറ്റ് ഫോം ചെയ്തെടുക്കാനായിട്ടൊക്കെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടം വരെയൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിജയ് സൂപ്പറിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഉടൻ തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ഉടനെ കാണാം. അതുവരെ ബൈ.